ബേസിക് അക്കൗണ്ടിങ് ടേംസ്. നമ്മുടെ ആദ്യ ചാപ്റ്ററിൽ നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് അക്കൗണ്ടിങ് ടേംസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. കാരണം ഈ ബേസിക് അക്കൗണ്ടിങ് ടേംസ് മനസ്സിലാക്കുന്നതാണ് നമ്മൾക്ക് മുന്നോട്ട് ഉള്ള പഠനത്തെ സഹായിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുക. അപ്പോൾ ബേസിക് അക്കൗണ്ടിങ് ടേംസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എൻറ്റിറ്റിയാണ്. എന്താണ് എൻറ്റിറ്റി? അപ്പോൾ എൻറ്റിറ്റി എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ ഇതാണ്. എൻറ്റിറ്റി ഈസ് എ റിയാലിറ്റി ഹാവിങ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്. ബിസിനസ് എൻറ്റിറ്റി ഈസ് ആൻ ഐഡൻറ്റിഫയബിൾ ബിസിനസ് എൻ്റർപ്രൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ വ്യതിരിക്തമായ നിലനിൽപ്പുള്ള സ്ഥാപനങ്ങളാണ് ബിസിനസ് എൻറ്റിറ്റി. ഇത്ര മാത്രമേ ഉള്ളൂ. ബിസിനസ് സ്ഥാപനങ്ങൾ, എൻറ്റിറ്റി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ ബിസിനസ് സ്ഥാപനങ്ങളാണ്. അതായത് തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന വിധത്തിൽ നിലനിൽപ്പുള്ള സ്ഥാപനങ്ങൾ, അതാണ് ബിസിനസ് എൻറ്റിറ്റി. സ്വതന്ത്രമായ നിലനിൽപ്പുള്ള, വ്യതിരിക്തമായ നിലനിൽപ്പുള്ള എന്തിനേയും നമുക്ക് എൻറ്റിറ്റി എന്ന് പറയാം. അപ്പോൾ ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ച് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന, അതായത് തിരിച്ചറിയാൻ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാകുന്ന രീതിയിൽ നിലനിൽപ്പുള്ള എന്തിനേയും നമുക്ക് എൻറ്റിറ്റി എന്ന് പറയാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, വിജയാസ് ഫർണിച്ചർ മാർട്ട് എന്ന് പറയുമ്പോൾ അതൊരു എൻറ്റിറ്റിയാണ്. കാരണം വിജയാസ് ഫർണിച്ചർ മാർട്ടിനെ നമുക്ക് തിരിച്ചറിയാം, അല്ലേ? അപ്പോൾ ഒരു ഫർണിച്ചർ മാർട്ടിൻ്റെ പേര് വിജയാസ് എന്നാണ്. അപ്പോൾ അതിനൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. അത് ലുലു ഗ്രൂപ്പ്, അതൊരു എൻറ്റിറ്റിയാണ്. കാരണം അതിനൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, എന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതിന് സ്വതന്ത്രമായൊരു നിലനിൽപ്പുണ്ട്. അമർ ടീ സ്റ്റോൾ ഒരു ചായക്കടയുടെ പേരാണ്. അതിന് സ്വതന്ത്രമായ നിലനിൽപ്പുള്ള ഒരു സ്ഥാപനമാണ്. എന്ന് വെച്ചാൽ സ്വതന്ത്രമായി നമുക്കതിനെ, അല്ലെങ്കിൽ വ്യതിരിക്തമായി നമുക്കതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബിസിനസ് സ്ഥാപനങ്ങളെയാണ് പൊതുവേ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ എൻറ്റിറ്റി എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ബിസിനസ് സ്ഥാപനങ്ങളെയാണ് സാധാരണഗതിയിൽ ഈ പറയുന്ന ബിസിനസ് സ്ഥാപനങ്ങളെന്ന് മാത്രമാവണമെന്നില്ല, ഏത് തരത്തിലുള്ള സ്ഥാപനങ്ങളെയും നമ്മൾ എൻറ്റിറ്റി എന്ന് പറയും. അത് ബിസിനസ് തന്നെ ആകണമെന്നില്ല. പിന്നെ മറ്റുള്ള ബിസിനസ്സേതര സ്ഥാപനങ്ങളും എൻറ്റിറ്റിയാണ് എന്ന് പറയാം. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഗവൺമെൻറ് സ്ഥാപനങ്ങളോ എല്ലാം തന്നെ നമുക്ക് ഈ പറയുന്ന എൻറ്റിറ്റി എന്ന ഗണത്തിൽ പെടുത്താൻ സാധിക്കും. അപ്പോൾ സ്ഥാപനങ്ങൾ എന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കുന്നതായിരിക്കും കുറേയും കൂടെ എളുപ്പം. അത് ഏത് തന്നെയാകാം, ബിസിനസ് ആകാം, അതല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ബിസിനസ്സേതര സ്ഥാപനങ്ങളും ആകാം. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാൻ അടുത്ത ഒരു ടേം എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ ആണ്. അത് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ട്രാൻസാക്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ട്രാൻസാക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ an event involving exchange of value between two or more parties. It may be on cash or credit basis. എന്ന് വെച്ചാൽ ഇത്ര മാത്രമേ ഉള്ളൂ. രണ്ടോ അതിലധികമോ സ്ഥാപനങ്ങൾക്കിടയിൽ എന്ന് തന്നെ ആവണമെന്നില്ല, വ്യക്തികൾക്കിടയിലും ആകാം, വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഇടയിലും ആകാം. അപ്പോൾ നമ്മളിവിടെ കോമൺ ആയിട്ട് പറയുന്നുള്ളൂ രണ്ടോ അതിലധികമോ സ്ഥാപനങ്ങൾക്കിടയിൽ. അപ്പോൾ സ്ഥാപനത്തിനും വ്യക്തികൾക്കും ഇടയിലാകാം, വ്യക്തികൾക്കും ഇടയിലും ആകാം. മൂല്യാധിഷ്ഠിതമായ കൈമാറ്റമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഒരു വസ്തു കൈമാറുന്നു. അതിന് തുല്യമായ മൂല്യമുള്ള എന്തെങ്കിലും മറ്റേ രണ്ടാമത്തെ പാർട്ടി കൈമാറുകയാണെങ്കിൽ അതൊരു ട്രാൻസാക്ഷനാണ്. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ പണം കൊടുത്ത് സാധനം വാങ്ങുന്നത് ഒരു ട്രാൻസാക്ഷനാണ്. നമ്മളിപ്പം 1 കിലോ ആപ്പിളിന് 100 രൂപയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോൾ 100 രൂപ കൈമാറുന്നു. അപ്പം നമ്മൾ കൊടുക്കുന്ന മൂല്യം എന്ന് പറയുന്നത് പണമാണ്. നമ്മൾക്ക് കിട്ടുന്ന മൂല്യം എന്ന് പറയുന്നത് ആ പണത്തിന് തുല്യമായിട്ടുള്ള വസ്തുവാണ്, അവിടെ ആപ്പിളാണ്. അപ്പോൾ അങ്ങനെ രണ്ടോ അതിലധികമോ സ്ഥാപനങ്ങളോ വ്യക്തികൾക്കോ ഇടയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള കൈമാറ്റമാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഈ ട്രാൻസാക്ഷൻ തന്നെ 2 തരത്തിലുണ്ട്. ക്യാഷ് ട്രാൻസാക്ഷനുണ്ട്, ക്രെഡിറ്റ് ട്രാൻസാക്ഷനുണ്ട്. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സാധനമോ അല്ലെങ്കിൽ സേവനമോ, സാധനം തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും സർവീസും ആകാം, അല്ലേ? നമ്മൾ ബസ്സിൽ കയറി പോവുകയാണെങ്കിൽ ബസ്സിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ബസ്സിൻ്റെ സർവീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ പണം കൊടുത്ത സർവീസാണ് വാങ്ങുന്നത്. അപ്പോൾ ഈ സർവീസ് ആയാലും സാധനമായാലും നമ്മൾ പണം കൊടുത്ത് ഉടൻ തന്നെ പണം കൈമാറിയിട്ട് ആ സാധനമോ സേവനമോ നമ്മൾ ലഭ്യമാക്കുകയാണെങ്കിൽ അത് നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയും.
എന്നാൽ നമ്മൾ ഈ പണം ഉടനെ നൽകാതെ അത് ഭാവിയിലേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ കടം വാങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമല്ലോ. അതായത് പണം പിന്നീട് കൊടുക്കുന്നതാണ് നമ്മൾ കടം വാങ്ങുക എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ കടം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പണം പിന്നീട് കൊടുക്കുകയാണെങ്കിൽ അതിനെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി മൂന്നാമത്തെ ടേമായിട്ട് സെയിൽസ് ആണ്. എന്താണ് സെയിൽസ്? സെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള പദമാണ് വിൽപ്പന എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയൊന്ന് ഡിഫൈൻ ചെയ്യും, എങ്ങനെയൊന്ന് നിർവചിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റവന്യൂ ഏൺഡ് ഫ്രം സെല്ലിംഗ് ഗുഡ്സ് ഓർ സർവീസസ്. സെയിൽസ് മേ ബി ക്യാഷ് സെയിൽസ് ഓർ ക്രെഡിറ്റ് സെയിൽസ്. ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ സാധനങ്ങളോ സേവനങ്ങളോ വിറ്റ് കിട്ടുന്ന ആ ഒരു വരവാണ്, അല്ലെങ്കിൽ ഒരു വരവാണ് നമുക്ക് സെയിൽസ് എന്ന് പറയാം. സാധനങ്ങളോ സേവനങ്ങളോ വിറ്റ് കിട്ടുന്നത്. അതിന് വലിയ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല, നമുക്കറിയാവുന്നതാണല്ലോ. സാധനങ്ങൾ മാത്രമല്ല, സേവനങ്ങൾ വിൽക്കുന്നതും സെയിൽസിൻ്റെ ഗണത്തിൽ നമുക്ക് പെടുത്താം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് രീതിയിലാണ് സെയിൽസ് ഉള്ളത്, പിന്നെ ക്രെഡിറ്റ് സെയിൽസും ക്യാഷ് സെയിൽസും. നേരത്തെ പറഞ്ഞ പോലെ കടത്തിനും വിൽക്കാം, പണം ഉടനെ വാങ്ങിക്കൊണ്ടും വിൽക്കാം, അല്ലേ? അപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് റവന്യൂ ഏൺഡ് ഫ്രം സെല്ലിംഗ് ഗുഡ്സ് ഓർ സർവീസ് ആണ്. ഇനി അടുത്തായിട്ട് നമുക്ക് പറയേണ്ടുന്ന അടുത്ത ബേസിക് ടേം എന്ന് പറയുന്നത് റവന്യൂ ആണ്. എന്താണ് റവന്യൂ? റവന്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് വരവ് എന്നൊക്കെ വേണേൽ മലയാളത്തിൽ പറയാൻ സാധിക്കും. എമൗണ്ട് ഏൺഡ് ബൈ ദി ബിസിനസ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് ലൈക്ക് സെയിൽസ്, ഇൻട്രസ്റ്റ് ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്, കമ്മീഷൻ റിസീവ്ഡ് ഫോർ സർവീസ് എറ്റ്സെട്ര. അതായത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ വിവിധ സ്രോതസ്സുകളിലൂടെ ഒരു സ്ഥാപനം നേടിയെടുക്കുന്ന തുകയാണ്. അതായത് ഒരു സ്ഥാപനത്തിലേക്ക് ലഭിക്കുന്ന വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള തുകയാണ്, അല്ലെങ്കിൽ വരവാണ് ഈ പറയുന്ന റവന്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധനം വിൽക്കുമ്പോൾ നമുക്ക് പണം കിട്ടാറുണ്ടല്ലേ, അതൊരു വരവാണ്, അതൊരു റവന്യൂ ആണ്. സെയിൽസ് റവന്യൂ എന്ന് പറയും. സെയിൽസിലൂടെ നമുക്ക് കിട്ടുന്ന റവന്യൂ, അത് സെയിൽസ് റവന്യൂ ആണ്, അതൊരു വരവാണ്. ഇനി നിങ്ങൾ കുറേയധികം പണം, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പണം ബാങ്കിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ അധികമുള്ള പണം നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കും. അപ്പം നമുക്കതിന് പലിശ കിട്ടുമല്ലോ, അത് നമ്മൾക്ക് കിട്ടുകയാണല്ലോ, അല്ലേ? നമുക്കൊരു ഒരു വരുമാനമാണ്, ഒരു വരവാണത്. അപ്പോൾ ഇൻട്രസ്റ്റ്, അങ്ങനെ നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു റവന്യൂ ആണ്. പിന്നെ കമ്മീഷൻ റിസീവ്ഡ് ഫോർ സർവീസ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ വസ്തു ബ്രോക്കറേജ്, അതല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ബ്രോക്കറേജ് പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കമ്മീഷനൊക്കെ കിട്ടാറുണ്ടല്ലോ, അല്ലേ? അങ്ങനെ കിട്ടുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് അർത്ഥത്തിൽ അതും ഒരു ബിസിനസ് അങ്ങനെ ഏതെങ്കിലും സർവീസ് കൊടുക്കുമ്പോൾ അവർക്ക് കമ്മീഷൻ കിട്ടാറുണ്ട്. അതും ഒരു റവന്യൂ ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ എമൗണ്ട് എങ്ങനെ ആയാലും പണം ബിസിനസ്സിലേക്ക് ഏതെങ്കിലും സ്രോതസ്സുകളിലൂടെ എത്തിച്ചേരുകയാണെങ്കിൽ അതിനെ നമ്മൾ സാധാരണഗതിയിൽ റവന്യൂ എന്നാണ് പറയുന്നത്. അതായത് സെയിൽസ്, ഇൻട്രസ്റ്റ് ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്, കമ്മീഷൻ റിസീവ്ഡ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് പണം കിട്ടുമ്പോഴാണ് ഈ പറയുന്ന റവന്യൂ എന്ന ഭാഗത്തിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് പറയേണ്ടുന്ന അടുത്ത ഒരു ടേം എന്ന് പറയുന്നത് ഗുഡ്സ് ആണ്. സാധനങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. ഗുഡ്സ് മീൻസ് പ്രോഡക്ട്സ് ദാറ്റ് എ ഫേം ഡീൽസ് ഇൻ, ദാറ്റ് ഈസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓർ പ്രൊഡ്യൂസിങ് ആൻഡ് സെല്ലിംഗ്. ഇത്ര മാത്രമേ ഉള്ളൂ. വരുമാനം ഉണ്ടാക്കുന്നതിനായി വാങ്ങുകയും വിൽക്കുകയും അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾക്ക് ഇപ്പോൾ പലചരക്ക് എടുത്തു കഴിഞ്ഞാൽ അവർ പലതരത്തിലുള്ള അരി, പഞ്ചസാര, അങ്ങനെ പല പല സാധനങ്ങൾ അവരവിടെ വെച്ചിട്ടുണ്ട്, അല്ലേ? അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചേക്കുന്നതാണ്. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? അവർ സാധനങ്ങൾ അവിടെ വാങ്ങി വെക്കുന്നു, അതിനുശേഷം അത് അവിടെ നിന്ന് വിൽക്കുന്നു. അപ്പോൾ അങ്ങനെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നത് ഗുഡ്സാണ്. അതായത് നമ്മൾ സാധനങ്ങൾ വാങ്ങിയതിന് ശേഷം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തടി വാങ്ങിയിട്ട് ഫർണിച്ചർ ഉണ്ടാക്കി വിൽക്കുന്നു. അപ്പോൾ അവിടെ നമ്മുടെ ഗുഡ്സ് എന്ന് പറയുന്നത് ഫർണിച്ചറാണ്, അല്ലേ? അപ്പോൾ തടി അതിൻ്റെ ഈ പറയുന്ന ഫർണിച്ചറിൻ്റെ ഭാഗമായി തീരുന്നത് കൊണ്ട് ആ തടി വാങ്ങി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം ഫർണിച്ചർ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഗുഡ്സാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥാപനത്തിൻ്റെ ഗുഡ്സ് വേറൊരു സ്ഥാപനത്തിൻ്റെ ഗുഡ്സ് ആയിക്കൊള്ളണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഫർണിച്ചർ വിൽക്കുന്ന കടയിൽ അവർ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന സാധനം എന്താണ്? ഫർണിച്ചറാണ്, അല്ലേ? അപ്പോൾ അവർ വാങ്ങുകയോ, ചിലപ്പം ഫർണിച്ചർ കടകളിൽ എന്ത് ചെയ്യാം, ഉൽപ്പാദിപ്പിച്ചും വിൽക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വാങ്ങിയും വിൽക്കാം, അല്ലേ? മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടും അവർക്ക് വിൽക്കാം, ഒരു സ്വന്തം സ്ഥാപനത്തിൽ ഉണ്ടാക്കിയും വിൽക്കാം. അപ്പോൾ ഫർണിച്ചർ കടയിൽ അവർ വിൽക്കുന്ന സാധനം ഫർണിച്ചറാണ്. പക്ഷേ നമ്മളൊരു പലചരക്ക് കടയിൽ നമ്മൾ ഫർണിച്ചർ വാങ്ങിയിടാറുണ്ട്. അത് വിൽക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, അത് ഓഫീസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് ഒരു പലചരക്ക് കടയിൽ ഫർണിച്ചർ വാങ്ങുന്നത്. അപ്പോൾ ഒരു പലചരക്ക് കടയെ സംബന്ധിച്ച് ഫർണിച്ചർ എന്ന് പറയുന്നൊരു ഗുഡ്സാണോ? ഒരിക്കലുമല്ല. കാരണം ആ ഫർണിച്ചർ വാങ്ങുകയും വിൽക്കുകയും അല്ല അവരുടെ
ജോലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത്. പലചരക്ക് കടക്കാരുടെ ബിസിനസ് എന്ന് പറയുന്നത് പലചരക്ക് സാധനങ്ങൾ വാങ്ങി വിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലചരക്ക് കടക്കാരനെ സംബന്ധിച്ച് ഫർണിച്ചർ ഒരു ഗുഡ്സ് അല്ല. പക്ഷേ ഫർണിച്ചർ കടക്കാരനെ സംബന്ധിച്ച് ഫർണിച്ചർ ഒരു ഗുഡ്സാണ്. അതായത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. അതായത് വിൽക്കാൻ വേണ്ടി വാങ്ങുകയും അങ്ങനെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നു. അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഗുഡ്സ് മറ്റൊരു സ്ഥാപനത്തിന് ഗുഡ്സ് ആകണമെന്നില്ല, അല്ലേ? ഒരു സ്ഥാപനത്തിൽ നമുക്ക് ഗുഡ്സ് എന്ന് പറയാവുന്നത് അടുത്ത സ്ഥാപനത്തിൻ്റെ ഗുഡ്സ് ആവണമെന്നില്ല. ഫസ്റ്റ് നമുക്ക് വേറൊരു ഉദാഹരണോട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ സ്റ്റേഷനറി മേടിക്കുന്നു. അപ്പോൾ സ്റ്റേഷനറി ബിസിനസ്സുകാരൻ്റെ സ്റ്റേഷനറി എന്താണ്? ഗുഡ്സാണ്. പേന, പെൻസിൽ, പിന്നെ എന്താണ് പ്രിൻറ്റിങ് പേപ്പർ, അങ്ങനെയൊക്കെ വരുന്നതാണ് നമ്മുടെ യഥാർത്ഥത്തിൽ ഈ സ്റ്റേഷനറി എന്ന് പറയുന്നത്. അപ്പോൾ അത് വിൽക്കുന്ന കട സ്റ്റേഷനറി കട. ഈ സ്റ്റേഷനറി കടയെ സംബന്ധിച്ച് അതെല്ലാം എന്താണ്? ഗുഡ്സാണ്, അല്ലേ? അവർ വാങ്ങി വിൽക്കുന്ന സാധനമാണല്ലോ അത്. പക്ഷേ ഒരു ഫാക്ടറി, ഈ പറയുന്ന പേനയും പേപ്പറും ഒക്കെ, അല്ലെങ്കിൽ ഒരു ഓഫീസിലേക്ക്, നമ്മളുടെ ഒരു ഓഫീസിലേക്ക് ഒരു ഗവൺമെൻറ് നമ്മൾ ഫർണിച്ചർ വിൽക്കുന്ന കടയാണ്. ഫർണിച്ചർ വിൽക്കുന്ന കട ഈ പറയുന്ന പേനയും പെൻസിലും ഒക്കെ വാങ്ങിയാലോ അവരത് വിൽക്കാൻ വേണ്ടി വാങ്ങുന്നതല്ലല്ലോ, അല്ലേ? അവരുടെ ഓഫീസ് ആവശ്യത്തിന് വേണ്ടി വാങ്ങുന്നതാണ്, അല്ലേ? ഒരു ഫർണിച്ചർ കട പേപ്പറും പെൻസിലും ഒക്കെ എന്തിനാണ് വാങ്ങുന്നത്? അവരുടെ ഓഫീസ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ഫർണിച്ചർ കടയെ സംബന്ധിച്ച് ആ പറയുന്ന പേനയും പെൻസിലും ഒക്കെ വാങ്ങുന്ന ആ സ്റ്റേഷനറി എന്ന് പറയുന്നത് ഗുഡ്സ് ആണോ? ഒരിക്കലും ഗുഡ്സിൻ്റെ നിർവചനത്തിൽ അത് ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ സ്റ്റേഷനറി കടയെ സംബന്ധിച്ച് ഈ പറയുന്ന സ്റ്റേഷനറി ഐറ്റങ്ങൾ, ഈ പറയുന്ന പേപ്പർ, പേന, പെൻസിൽ, അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ സ്റ്റേഷനറി ആണെങ്കിൽ, ഫർണിച്ചർ കടയെ സംബന്ധിച്ച് ഇതൊന്നും സ്റ്റേഷനറി അല്ല. കാരണം എന്താണ്? അവർ ഫർണിച്ചർ കട ഒരിക്കലും സ്റ്റേഷനറി ഐറ്റങ്ങൾ വാങ്ങി വിൽക്കുകയല്ല അവരുടെ ജോലി. അതുകൊണ്ട് അപ്പോൾ ഒരു സ്ഥാപനത്തിന് ഗുഡ്സ് ആയിരിക്കുന്നത് വേറൊരു സ്ഥാപനത്തിന് ഗുഡ്സ് ആകണമെന്നില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഇനി നമുക്ക് അപ്പം ഇപ്പോൾ എൻറ്റിറ്റി, ട്രാൻസാക്ഷൻ, സെയിൽസ്, റവന്യൂ, ഗുഡ്സ്, ഇത്രയും കാര്യങ്ങൾ നമ്മളത് എന്തൊക്കെയാണെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്ത ബേസിക് അക്കൗണ്ടിങ് ടേം എന്ന് പറയുന്നത് അസറ്റാണ്. അസറ്റ്സ് അത് ഇച്ചിരി ഒരല്പം വിശദമായിട്ട് പറയാനുള്ളത് കൊണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ആസ്തികൾ എന്ന് പറയും. ആസ്തികൾ. അപ്പോൾ എന്താണ് ആസ്തികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അസറ്റ്സ് ആർ ഇക്കണോമിക് റിസോഴ്സസ് ഓൺഡ് ബൈ എ ബിസിനസ് ആൻഡ് എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്. എക്സാമ്പിൾ, ലാൻഡ് ഓൺഡ് ബൈ എ ബിസിനസ്, ഫർണിച്ചർ യൂസ്ഡ് ഇൻ ഓഫീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ഇൻ ബാങ്ക്, എക്സെട്ര. അപ്പോൾ എന്താണ് അസറ്റ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ, ഒരു സ്ഥാപനം സ്വന്തമാക്കിയിരിക്കുന്നതും പണത്തിൻ്റെ മൂല്യത്തിൽ പ്രകടിപ്പിക്കാവുന്നതുമായ വിഭവങ്ങളാണ് ആസ്തികൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് സ്വന്തമാക്കി വെച്ചിരിക്കുന്ന മൂല്യമുള്ളത് എന്തും നമുക്ക് എന്ത് പറയാം? ഈ പറയുന്ന ആസ്തികൾ എന്ന് പറയാം. അതായത് ബിസിനസ് സ്വന്തമാക്കി വെച്ചിരിക്കുന്ന മൂല്യമുള്ള എന്തിനേയും നമുക്ക് ആസ്തികൾ എന്ന് പറയാം. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അതിൻ്റെ പ്രധാനം. ഒന്ന്, ബിസിനസ്സിൻ്റെ സ്വന്തമായിരിക്കണമെന്നുള്ളതും, രണ്ട്, അതിനെന്തെങ്കിലും പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മൂല്യം പറയാൻ സാധിക്കണം. അങ്ങനെ ഒരു മൂല്യവും ഉണ്ടായിരിക്കണം. അതായത് അതിന് ഒരു വാല്യൂ ഉണ്ടായിരിക്കണം, ഒരു വിലയുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് ആസ്തികൾ എന്ന് പറയാം. അതിനൊരു ഉദാഹരണം, അതിന് കുറച്ച് ഉദാഹരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒന്ന്, നമ്മുടെ ബിസിനസ് സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ഭൂമി, അല്ലേ? ബിസിനസ്സിന് സ്വന്തമായിട്ട് ലാൻഡ് ഉണ്ടെങ്കിൽ അതൊരു ആസ്തിയാണ്. കാരണം അതിന് വാല്യൂ ഉണ്ട്. അത് ബിസിനസ്സിനെ സംബന്ധിച്ച് അത് കൈവശം വെച്ചിരിക്കുന്ന മൂല്യമുള്ള ഒരു സംഗതിയാണ്, അല്ലേ? അതേപോലെ ഫർണിച്ചർ, നമ്മുടെ ഓഫീസിൽ ഫർണിച്ചർ ഉപയോഗിക്കുന്നത്, അതിന് ഒരു മൂല്യം ഉണ്ടല്ലോ. ബിസിനസ് സ്വന്തമാക്കി വെച്ചിരിക്കുന്നതാണ്, അതിനൊരു മൂല്യമുണ്ട്. അതേപോലെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്, ബാങ്കിൽ പണം കൊണ്ട് നിക്ഷേപിച്ചിരിക്കുന്നു, അല്ലേ? അതിനൊരു മൂല്യം ഉണ്ടല്ലോ, അല്ലേ? നമ്മൾ മൂല്യമാണ് യഥാർത്ഥത്തിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നത്. അപ്പം അതും ഒരു ആസ്തിയാണ്. കാരണം ഇതെല്ലാം ഒരു മൂല്യമുള്ള സാധനം എന്തു ആയാലും അത് ബിസിനസ് സ്വന്തമാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെ നമുക്ക് ആസ്തി എന്ന് പറയാം. അപ്പോൾ ഇനി ഈ ആസ്തികളെ സംബന്ധിച്ച് അടുത്തതായിട്ട് പറയാനുള്ളത് എന്താണെന്നറിയാമോ? ഈ ആസ്തികൾക്ക് നമ്മളൊരു ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഈ ക്ലാസിഫിക്കേഷൻ എല്ലാം തന്നെ വളരെ വിശദമായിട്ടൊന്നും ഇവിടെ നമ്മൾ പറയുന്നില്ല. ഒന്ന് ചുരുക്കി നമ്മൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. കാരണം ഈ ആസ്തികൾ നമ്മളത് വിശദമായിട്ട് പഠിക്കാൻ ഉയർന്ന ക്ലാസ്സുകളിലേക്കോ അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾക്കത് കൂടുതൽ വ്യക്തമാകുന്നത്. അതുകൊണ്ട് പ്രാഥമികമായിട്ട് നിങ്ങളത് ഒന്ന് കേട്ടിരുന്നാൽ മതി. അതായത് അസറ്റ്സിനെ നമ്മൾ നോൺ കറണ്ട് അസറ്റ്സും കറണ്ട് അസറ്റ്സും എന്ന് നമ്മൾ തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ ആദ്യമേ തന്നെ ഒന്ന് പറയാം, ഈ നോൺ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം. കറണ്ട് എന്ന് വെച്ചാൽ ഫ്ലക്ച്വേറ്റിംഗ് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒഴുക്ക് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഈ നോൺ കറണ്ട് അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം ഒഴുക്കില്ലാത്ത അസറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘകാലം നമ്മുടെ കയ്യിൽ ഇങ്ങനെ നിലനിൽക്കുന്ന അസറ്റ്സുകളാണ് നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. വെച്ചാൽ ദീർഘകാലം എന്ന് നമ്മൾ അക്കൗണ്ടിങ്ങിൽ പറയുന്നത് 1 വർഷത്തിലേറെയുള്ള കാലയളവിനെയാണ് സാധാരണഗതിയിൽ അസറ്റ്സിൽ ദീർഘകാലം എന്ന് പറയുന്നത്.
അതായത് നമ്മുടെ അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത് സാധാരണ ഒരു വർഷമാണ്, 365 ദിവസമാണ് ഒരു വർഷം, 12 മാസമാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇയർ. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിങ് ഇയറിൽ കൂടുതൽ നമ്മൾ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന മൂല്യമുള്ള വസ്തുവാണ് നോൺ കറണ്ട് അസറ്റ്. അപ്പോൾ കറണ്ട് അസറ്റ് എന്തായിരിക്കും? ഒരു വർഷത്തിൽ താഴെ മാത്രം കാലാവധി ഉള്ളത് എന്ന് വെച്ചാൽ ഒരു വർഷത്തിന് ശേഷം അതിൻ്റെ രൂപം മാറിപ്പോവും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിന് ശേഷം ആ അസറ്റിൻ്റെ മൊത്തത്തിലുള്ള ഒരു മാറ്റം സംഭവിച്ചു, അതിനൊരു കുറവോ കൂടുതലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാറ്റമോ എന്തെങ്കിലും സംഭവിച്ചിരിക്കും. അത് ആ രൂപത്തിൽ തന്നെ കാണുകയില്ല. ഒരു വർഷം മാത്രമാണ്, ഒരു വർഷത്തിനകത്ത് തന്നെ അതിന് മാറ്റം സംഭവിച്ചിരിക്കും. അങ്ങനെയുള്ള അസറ്റാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ഒരു വർഷം കൊണ്ട് അതിന് മാറ്റം സംഭവിച്ചിരിക്കും. അപ്പോൾ അത് ഒന്നുകൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കുറച്ചും കൂടി ഒന്ന് വിശദമാക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന നോൺ കറണ്ട് അസറ്റുകളെ തന്നെ നമ്മൾ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷത്തിൽ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന അസറ്റുകളാണ് നോൺ കറണ്ട് അസറ്റ്. ഒരു അസറ്റിൻ്റെ ബെനിഫിറ്റ് സാധാരണഗതിയിൽ ഒരു വർഷത്തിൽ താഴെ ഉള്ള പീരീഡിൽ മാത്രം ലഭിക്കുന്നതാണെങ്കിൽ കറണ്ട് അസറ്റ് എന്ന് പറയും. അപ്പോൾ ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ആസ്തികൾ, അസറ്റ് എന്ന് വെച്ചാൽ ആസ്തികൾ നമ്മൾ മലയാളത്തിൽ പറയും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വർഷത്തിലേറെ നമ്മൾക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ആസ്തികൾ, അതാണ് നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം പറയുന്ന ഫിക്സ്ഡ് അസറ്റ്സ് എന്നാണ് പറയുന്നത്, സ്ഥിര ആസ്തികൾ. ഫിക്സ്ഡ് അസറ്റ്സിനെ നമ്മൾ സ്ഥിര ആസ്തികൾ എന്ന് പറയും. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്, നോൺ കറണ്ട് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ലോങ് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ഡെഫേർഡ് ടാക്സ്, അതർ നോൺ കറണ്ട് അസറ്റ്സ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അങ്ങനെ എല്ലാം ഒന്നും വിശദീകരിക്കുന്നില്ല, ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ച് പോകുന്നേ ഉള്ളൂ, നിങ്ങളുടെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഫിക്സ്ഡ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്ഥിര ആസ്തികൾ, അതായത് ഈ നോൺ കറണ്ട് അസറ്റാണ്. ഫിക്സ്ഡ് അസറ്റ് എന്തായാലും ഒരു നോൺ കറണ്ട് അസറ്റാണ്. ക്ലാസിഫിക്കേഷൻ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഒന്നിലേറെ വർഷങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ ഈ നോൺ കറണ്ട് ഈ ഫിക്സ്ഡ് അസറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് വളരെ അത്തരത്തിലുള്ള അസറ്റുകൾ എന്ന് പറയുമ്പോൾ അതിന് പിന്നെയും നമ്മൾ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫിക്സ്ഡ് അസറ്റിനെ നമ്മൾ പിന്നീട് വേറെ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, വീണ്ടും ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതൊന്നും നമ്മളിവിടെ പറയുന്നില്ല. ഫിക്സ്ഡ് അസറ്റിനെ ഇപ്പം നമ്മൾ ഉദാഹരണമായിട്ട് പറയുന്നത് ലാൻഡ്, ബിൽഡിങ്, പ്ലാന്റ്, മെഷീനറി അങ്ങനെ വരുന്ന, അതായത് നമ്മൾ ഒരു ബിസിനസ്സിന് സ്വന്തമാക്കി വെച്ചിരിക്കുന്ന സ്ഥലം, അല്ലേ? സ്ഥലം യഥാർത്ഥത്തിൽ ഒരു ഫിക്സ്ഡ് അസറ്റാണ്. കാരണം ദീർഘകാലത്ത് ഉപയോഗിക്കാവുന്ന ഒരു അസറ്റാണ് സ്ഥലം, അല്ലേ? ലാൻഡ്. അതല്ലേ ബിൽഡിങ്, അല്ലേ? ബിൽഡിങ് നമ്മൾ കെട്ടുന്ന സാധാരണ ഒരു വർഷത്തിലേറെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതൊരു ഫിക്സ്ഡ് അസറ്റാണ്. ഫർണിച്ചർ ഒരു ഫിക്സ്ഡ് അസറ്റാണ്. അതേപോലെ തന്നെ നമുക്ക് പറയാവുന്ന വെഹിക്കിൾസ്, അതായത് നമ്മുടെ ഈ പറയുന്ന നമുക്ക് സ്വന്തമായി വണ്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫിക്സ്ഡ് അസറ്റാണ്. അപ്പോൾ അങ്ങനെ ദീർഘകാലത്തിൽ ഉപയോഗിക്കാവുന്ന അത്തരത്തിലുള്ള അസറ്റുകളാണ് ഫിക്സ്ഡ് അസറ്റ്. പിന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തരത്തിലാകാം. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഒരു വർഷത്തിൽ താഴെ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു വർഷത്തിൽ മേളിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെ രണ്ട് തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ തരംതിരിക്കാം. നിക്ഷേപങ്ങളാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നിക്ഷേപങ്ങൾ. അപ്പോൾ ഈ നിക്ഷേപങ്ങളും അസറ്റാണ്. ആരാണ്? നമ്മൾ നിക്ഷേപിക്കുന്നു. നമ്മളൊരു ബിസിനസ്സാണ്, നമ്മൾ നിക്ഷേപിക്കും. നമുക്ക് എവിടേക്ക് നിക്ഷേപിക്കാമെന്നറിയാമോ? നമുക്ക് വേണമെങ്കിൽ ബാങ്കിലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ കൊണ്ടുവന്ന് നിക്ഷേപിക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, FD എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവന്നൊരു 3 വർഷത്തേക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാം. 3 വർഷത്തേക്ക് FD ഇടുമ്പോൾ എന്താ ചെയ്യുക? ഇന്നിട്ട് കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞാണ് സാധാരണഗതിയിൽ നമുക്കത് പിൻവലിക്കാൻ സാധിക്കുക, അല്ലേ? അതാണ് 3 വർഷത്തെ FD. അപ്പോൾ ഒന്നിലേറെ വർഷത്തിലേക്കുള്ള കാലാവധിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. നമ്മൾ കമ്പനികളൊക്കെ ആണെങ്കിൽ മറ്റുള്ള കമ്പനി ഷെയർ വാങ്ങും. നിങ്ങളിപ്പോൾ റിലയൻസിലേക്ക് കുറേ കൊണ്ടുവന്ന് പണം നിക്ഷേപിക്കും. നിങ്ങൾ വലിയൊരു ബിസിനസ്സുകാരനാണ്, നിങ്ങൾ റിലയൻസിലേക്ക് പണം നിക്ഷേപിക്കും, അല്ലെ മറ്റുള്ള ഏതെങ്കിലും ബിസിനസ്സിലേക്ക് പണം നിക്ഷേപിക്കുന്നു, ഷെയറൊക്കെ വാങ്ങുന്നു, ഡിബഞ്ചറുകൾ വാങ്ങുന്നു, കടപ്പത്രങ്ങൾ, അതൊക്കെ ഇനി നമ്മൾ പഠിക്കും എന്താണ്. അപ്പോൾ ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾ ദീർഘകാല നിക്ഷേപം നടത്തുന്നു, മറ്റുള്ള കമ്പനികളുടെ ഷെയർ വാങ്ങുന്നു, ഡിബഞ്ചർ കടപ്പത്രങ്ങൾ വാങ്ങുന്നു, അതൊക്കെ എന്താണെന്ന് വിശദമായിട്ട് നിങ്ങൾ പഠിക്കും. അങ്ങനെ അതൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിക്ഷേപം എന്ന് പറയുന്നത്. അത് ഒരു വർഷത്തിലേറെയുള്ള ഒരു പീരീഡിലേക്കാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ഈ പറയുന്ന നോൺ കറണ്ട് അസറ്റിലേക്ക് വരും. ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ എന്താണ്? നിക്ഷേപങ്ങൾ എന്ന് വിചാരിച്ചാൽ മതി. നിക്ഷേപങ്ങൾ. പിന്നെ ലോങ് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ലോൺസ് ആൻഡ് അഡ്വാൻസ് രണ്ട് രീതിയിലുണ്ട്. നമ്മൾ കൊടുക്കുന്നതും നമ്മൾക്ക് കിട്ടുന്നതും. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച ലോങ് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസസ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ലോണുകൾ. അസറ്റ് എന്ന് പറയുമ്പോൾ ആസ്തികളാണ്. ഇങ്ങോട്ട് നമ്മൾ കടം വാങ്ങുന്ന ആസ്തികളിൽ വരുമോ? ഇല്ല, ഒരിക്കലും വരില്ല, അല്ലേ? കടം വാങ്ങുകയാണെങ്കിൽ അത് അസറ്റ് അല്ല. നമ്മൾ അപ്പോൾ ഇവിടെ പറയുന്ന ലോങ് ടൈം ലോൺസ് അല്ലെങ്കിൽ അഡ്വാൻസസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ലോണുകൾ, അഡ്വാൻസുകൾ, അതൊക്കെയാണ് നമ്മളുടെ ലോങ് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസ് എന്ന് പറയുന്നത്. അങ്ങോട്ട്, അതായത് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നു, മറ്റൊരു ബിസിനസ്സിന് കൊടുക്കുന്നു. എന്ത് കൊടുക്കുന്നു?
ലോൺ കൊടുക്കുന്നു, അഡ്വാൻസ് കൊടുക്കുന്നു. ഇങ്ങോട്ട് മേടിക്കൽ അങ്ങോട്ട് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ ഒരു വർഷത്തിലേറെ ഒരു പീരീഡ് വെച്ച് നമ്മൾ അങ്ങനെ ലോൺ കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക, ലോങ് ടൈം ലോൺസ് എന്ന് പറയും. പിന്നെ ഡെഫേർഡ് ടാക്സ് അസറ്റ്, അത് എന്താണെന്ന് പറയുവാനോ അത് മനസ്സിലാക്കുവാനോ ഒന്നും നിങ്ങൾക്ക് ഇപ്പോൾ അതിനുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ വന്നിട്ടില്ല. അപ്പോൾ അതൊന്നും ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്താണ് എന്നൊന്നും ചോദിക്കില്ല. അവിടെ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. നോൺ കറണ്ട് അസറ്റിന് അത് വരും ഡെഫേർഡ് ടാക്സ് അസറ്റ്. പിന്നെ അതർ നോൺ കറണ്ട് അസറ്റ്സ് അതൊന്നും നമ്മളിവിടെ വിശദീകരിക്കുന്നില്ല. അപ്പോൾ നിങ്ങളിവിടെ ആലോചിച്ച് വെക്കേണ്ട കാര്യം ഫിക്സ്ഡ് അസറ്റ് എന്താണ്, അതിൻ്റെ ഉദാഹരണങ്ങൾ നിങ്ങൾ ആലോചിച്ച് വെക്കുക. ബിസിനസ്സിൽ ഒന്നിലേറെ വർഷത്തിൽ ഉപയോഗിക്കുന്ന അസറ്റാണ് ഫിക്സ്ഡ് അസറ്റ്. അതിന് ഉദാഹരണം ചോദിച്ചാൽ പെട്ടെന്ന് നമ്മൾ പറയണം ഭൂമി, ലാൻഡ്, ബിൽഡിംഗ്, കെട്ടിടങ്ങൾ, അതേപോലെ തന്നെ ഫർണിച്ചർ, ഇതൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് വരുന്നത്. പ്ലാന്റ്, അതായത് നമ്മളുടെ ഫാക്ടറി, മെഷീനുകൾ, അങ്ങനെയുള്ള ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, ഇതൊക്കെയാണ് ഫിക്സ്ഡ് അസറ്റ്. എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? ഈ പറയുന്ന മെഷീനറി, അതേപോലെ പ്ലാന്റ്, അതേപോലെ പിന്നെ ടൂൾസ്, ഫർണിച്ചർ, അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് ഫിക്സ്ഡ് അസറ്റ്. അത് നമ്മൾ വീണ്ടും പറയുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ച് ഒക്കെ നമ്മൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഈ ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ നിക്ഷേപിക്കുന്ന പണം, അത് അല്ലെങ്കിൽ മറ്റുള്ള ഷെയറുകളോ ഡിബഞ്ചറുകളോ ഒക്കെ വാങ്ങുന്നത്, അത് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മളവിടെ ഫിക്സ്ഡ് അസറ്റ് എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. ബാക്കിയുള്ള ടേമുകളൊക്കെ നമ്മൾ പിന്നീട് വിശദമായിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചെന്ന് വെക്കേണ്ട, ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതിയാകും. പിന്നെ കറണ്ട് അസറ്റ് നമ്മൾ പറഞ്ഞല്ലോ, ഒരു വർഷത്തിൽ താഴെ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് നമ്മൾ ക്യാഷിന് തുല്യമായിട്ട് മാറുന്നതോ ആയ അസറ്റുകളാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ഇതിൻ്റെ രൂപം മാറിയിരിക്കും. അങ്ങനെയുള്ള അസറ്റാണ് കറണ്ട് അസറ്റ്. ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് അതിന് കാര്യമായിട്ടുള്ള മൂല്യമാറ്റങ്ങൾ ഉണ്ടായിരിക്കും, രൂപമാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള അസറ്റുകളാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർഷത്തിനകത്ത് തന്നെ നമ്മളത് ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ ഒരു വർഷത്തിനകത്ത് തന്നെ ക്യാഷായിട്ട് തിരിച്ചു വരുന്ന അല്ലെങ്കിൽ ക്യാഷായിട്ട് മാറ്റാവുന്ന അസറ്റുകളാണ് കറണ്ട് അസറ്റ്. അല്ലെങ്കിൽ ഒരു വർഷത്തിനകത്ത് തന്നെ ക്യാഷായിട്ട് മാറ്റാവുന്ന അസറ്റുകൾ, അതായത് ഏത് രൂപത്തിലിരുന്നാലും നമുക്ക് ഒരു വർഷത്തിനകത്ത് അതിനെ ക്യാഷാക്കി മാറ്റാം. അങ്ങനെയുള്ള അസറ്റുകളാണ് കറണ്ട് അസറ്റ്. അപ്പം നമ്മൾ എന്താ കറണ്ട് അസറ്റിനെ കുറിച്ച് പറയുക? ഒരു വർഷത്തിൽ താഴെ മാത്രം പിന്നെ അതിൻ്റെ ഒരു വർഷത്തിൽ താഴെ മാത്രം നമ്മൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു വർഷ കാലാവധി കൊണ്ട് നമുക്ക് ക്യാഷായിട്ട് മാറ്റാൻ പറ്റുന്ന അസറ്റുകളാണ് കറണ്ട് അസറ്റുകൾ. ഒരു വർഷക്കാലം കൊണ്ട് തന്നെ ഏത് രൂപത്തിലിരുന്നാലും ആ അസറ്റുകളെ തിരിച്ച് ക്യാഷായിട്ട് മാറ്റാൻ സാധിക്കും ഒരു വർഷത്തിനുള്ളിൽ. അതാണ് കറണ്ട് അസറ്റ്. അതിന് ഉദാഹരണം ഇൻവെന്ററീസ് എന്ന് പറയും. ഇൻവെന്ററീസ് അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് വെച്ചാൽ നമ്മൾ സാധനങ്ങൾ വാങ്ങാനും വിൽക്കാൻ വേണ്ടി വാങ്ങി വെക്കാറില്ലേ? നമ്മുടെ പലചരക്ക് കടക്കാരനെ സംബന്ധിച്ച് നമ്മളവിടെ നോക്കുമ്പം സ്റ്റോക്ക് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലേ? പലചരക്ക് കടക്കാരൻ്റെ സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? അവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന അരിയും പഞ്ചസാരയൊക്കെയാണ് അല്ലേ? അപ്പോൾ അതൊരു ഇൻവെന്ററീസ്, അത് അവിടെ ഒരു ഇൻവെന്ററീസ് ആണ്, അതായത് സ്റ്റോക്കാണ്. അപ്പോൾ എന്താണ്? അൺസോൾഡ് ഗുഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് വിൽക്കാതെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ആണ് ഇൻവെന്ററീസ്. അത് മാത്രമല്ല വേറെ ചില റോ മെറ്റീരിയൽസും ആകാം. അതായത് നമ്മളിപ്പോൾ ഒരു ഫർണിച്ചർ കടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുറേ ഫർണിച്ചർ അവർ ഉണ്ടാക്കി വെച്ചേക്കും അല്ലേ? ഒരു സമയത്ത് പോയി നോക്കുകയാണെങ്കിൽ നമ്മൾ കുറേ ഫർണിച്ചർ അവിടെ കാണും. അത് ഫർണിച്ചർ അവരുടെ സ്റ്റോക്കാണ്. കൂടെ അവർ തടിയും വാങ്ങി വെച്ചിട്ടുണ്ട്, കുറേയധികം തടി വാങ്ങി വെച്ചിട്ടുണ്ട്, കുറേയധികം തടി അറുത്ത് പലകയാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അവരുടെ ഇൻവെന്ററീസ് ആണ്. അപ്പോൾ ഇൻവെന്ററീസ് തന്നെ നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ്, നമ്മൾ ആദ്യം പറഞ്ഞ ഫർണിച്ചറായിട്ട് വെക്കുന്നത് ഫിനിഷ്ഡ് ഗുഡ്സ് എന്നാണ് പറയുന്നത്, കംപ്ലീറ്റഡ് ഗുഡ്സ്. ഇത് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസും ഉണ്ടല്ലേ? അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് റോ മെറ്റീരിയൽസ്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? ഫർണിച്ചറിനെ സംബന്ധിച്ച് അതിൻ്റെ റോ മെറ്റീരിയൽ എന്താണ്? തടിയാണ്. അപ്പോൾ ഈ തടി ആണെങ്കിൽ റോ മെറ്റീരിയൽ ആണെങ്കിലും അതേപോലെ തന്നെ ഈ പറയുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് ഫർണിച്ചർ ആണെങ്കിലും പകുതിയാക്കി വെച്ചേക്കുന്നത്, ചിലത് പലകയാക്കി വെച്ചേക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അത് പകുതിയാക്കി വെച്ചേക്കുകയാണ്, പകുതിയൊക്കെ പണിഞ്ഞു വെച്ചേക്കുന്നത്. അപ്പോൾ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ സ്പെയറുകളൊക്കെ ഉണ്ട്. അതായത് ഈ പറയുന്ന ആണിയും, ഫർണിച്ചർ അറിയാണ് ആണിയും അതേപോലെ തന്നെ അതിനകത്ത് ഒട്ടിക്കാനുള്ള പശയും, അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റിൻ്റെ ഭാഗമായിട്ട് മാറുന്ന സ്പെയറുകളാണ്. ഇതെല്ലാം യഥാർത്ഥത്തിൽ നമ്മൾ ഇൻവെന്ററി അല്ലെങ്കിൽ സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. ഇൻവെന്ററീസ് അല്ലെങ്കിൽ സ്റ്റോക്ക്. അത് നമുക്കൊരു അക്കൗണ്ടിങ് അറിയില്ലെങ്കിൽ തന്നെ നമുക്ക് എന്താണ് സ്റ്റോക്ക് എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ആ കടയിൽ വിൽക്കാതെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ, പകുതി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റോ മെറ്റീരിയൽ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇൻവെന്ററീസ് ആണ്. അതേപോലെ പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്ന മറ്റേ ഈ പറയുന്ന കൺസ്യൂമബിൾസ്, അതായത് ഈ പറയുന്ന പശ, ആണി, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇൻവെന്ററീസിനകത്താണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ, ഒരു വർഷം കൊണ്ട് തന്നെ നമ്മൾ ഈ സാധനം ഉണ്ടാക്കിയിട്ട്
ഒരു വർഷത്തിനകത്ത് തന്നെ ഇത് വിറ്റ് പണമാക്കി മാറ്റിയിരിക്കും. എല്ലാ ബിസിനസ്സിലും അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചില ബിസിനസ്സുകളിൽ എക്സെപ്ഷൻ ഉണ്ട്. ചില ബിസിനസ്സുകൾ നമുക്ക് എല്ലാ ബിസിനസ്സും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സാധാരണഗതിയിൽ ഒരു വർഷത്തിനകത്ത് തന്നെ ബിസിനസ്സിൽ ഈ സാധനങ്ങൾ നമുക്കറിയാം, ഇൻവെൻട്രി അങ്ങനെ തന്നെ ഇരിക്കത്തില്ല. നമ്മൾ വിറ്റ് തീരുമ്പോൾ അത് ക്യാഷായിട്ട് മാറും. റോ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് സാധനങ്ങളാക്കി മാറ്റിയിട്ട് വിറ്റ് കഴിയുമ്പോഴത്തേക്ക് റോ മെറ്റീരിയൽസും പൈസയായിട്ട് മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻവെൻട്രീസ് ഒന്നും അധികകാലം നമ്മുടെ ഈ പറയുന്ന സ്ഥാപനത്തിൽ അതേപോലെ ഇരിക്കില്ല. അതിനിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. വന്നും പോയി ഇങ്ങനെ ഇരിക്കുന്ന സാധനമാണ് ഇൻവെൻട്രീസ്. അതുകൊണ്ടാണ് അതിനെ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെയാണ് ട്രേഡ് റിസീവബിൾസ് എന്ന് പറയുന്നുണ്ട്. ട്രേഡ് റിസീവബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ കടം കൊടുത്തിട്ടുള്ള സാധനങ്ങൾ, ഡെപ്റ്റേഴ്സ് ആൻഡ് ട്രേഡ് റിസീവബിൾസ് എന്നാണ് പറയുന്നത്. നമ്മൾ ആർക്കെങ്കിലുമൊക്കെ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധനങ്ങൾ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ, സേവനങ്ങൾ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ പലചരക്ക് കടക്കാരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ സാധനം കടം കൊടുക്കാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ പൊതുവായിട്ട് പറയുന്ന ഒരു പേരാണ് ട്രേഡ് റിസീവബിൾസ്. അതായത് നമ്മൾക്ക് കിട്ടാനുള്ള സാധനങ്ങൾ വിറ്റ വകയിൽ അല്ലെങ്കിൽ സേവനങ്ങൾ നൽകിയ വകയിൽ കിട്ടാനുള്ള ആ ഒരു തുകയാണ് ട്രേഡ് റിസീവബിൾസ്. പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ആണ്. അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന പണവും കറണ്ട് അസറ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതായത് നിങ്ങളുടെ കയ്യിൽ കുറേ ക്യാഷ് ഇരിപ്പുണ്ടെങ്കിൽ അത് എന്താണ്, കറണ്ട് അസറ്റ് ആണ്. ഇനി നിങ്ങൾ ബാങ്കിൽ കൊണ്ടുവന്ന് പണം ഇടുന്നു എന്ന് വെച്ചാൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ടല്ല. നമ്മുടെ ബാങ്കിൽ നമ്മൾ ഈ സേവിങ് ബാങ്ക് അക്കൗണ്ട് അല്ലേ, നമ്മുടെ സേവിങ് ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും എന്താ അതിൻ്റെ പ്രത്യേകത. എപ്പം വേണേലും നമുക്ക് നമ്മളറിയാം, നമ്മൾ ATM കാർഡ് ഉപയോഗിച്ച് എപ്പോഴും പോയിട്ട് ഈ പറയുന്ന പണം ഉണ്ടെങ്കിൽ, ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ATM കൗണ്ടറിൽ പോയിട്ട് നമ്മൾ ക്യാഷ് പിൻവലിക്കുക. അതേപോലെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, പിൻവലിക്കാം. അപ്പോൾ എത്ര സമയം അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു നിയമങ്ങളൊന്നുമില്ല. ബിസിനസ്സിനെ സംബന്ധിച്ച് കറണ്ട് അക്കൗണ്ട് ആണ് അവർ ഓപ്പൺ ചെയ്തത്. കറണ്ട് അക്കൗണ്ട് എന്ന് വെച്ചാൽ എത്ര തവണ വേണേലും പണം നിക്ഷേപിക്കുകയും എത്ര തവണ വേണേലും പണം പിൻവലിക്കാനും പറ്റുന്ന ഒരു അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്. അത് ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു ക്യാഷ് അറ്റ് ബാങ്ക് എന്നാണ് പറയുന്നത്. അവർ കറണ്ട് അക്കൗണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അവർ ബാങ്കിൽ ഏതെങ്കിലും ബിസിനസ് സ്ഥാപനം അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ FD അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട്. FD ആണെങ്കിൽ അവർ ദീർഘകാലത്തേക്ക് ഇടാം, അല്ലെങ്കിൽ അവർ സാധാരണ ഓപ്പൺ ചെയ്യുന്ന കറണ്ട് അക്കൗണ്ടാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മൾ കറണ്ട് അസറ്റിലാണ് പെടുത്തുന്നത്. പിന്നെ ഷോർട്ട് ടൈം അഡ്വാൻസസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചെറിയ അഡ്വാൻസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. 3 മാസത്തേക്ക് 6 മാസത്തേക്കൊക്കെ നമ്മൾ ഈ പറയുന്ന അഡ്വാൻസ് കൊടുക്കുക. നമ്മുടെ ജോലിക്കാർക്ക് വേണമെങ്കിൽ ഒരു 3 മാസത്തേക്ക് വേണമെങ്കിൽ അഡ്വാൻസ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 6 മാസത്തേക്ക് നമ്മളൊരു അഡ്വാൻസ് കൊടുക്കും. എന്ന് വെച്ചാൽ കുറച്ച് പണം കടം കൊടുക്കുന്നു 3 മാസത്തേക്ക് അല്ലെങ്കിൽ 6 മാസത്തേക്ക്, അല്ലെങ്കിൽ 2 മാസത്തെ ശമ്പളം നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നു, മുൻകൂട്ടി കൊടുക്കുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം അഡ്വാൻസസ് ആണ്. ചെറിയ കാലത്തേക്ക് 1 വർഷത്തിൽ താഴെ മാത്രം കൊടുക്കുന്ന അഡ്വാൻസ് ആണ് ഷോർട്ട് ടൈം അഡ്വാൻസ്. 1 വർഷത്തിൽ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പുറത്ത് വരും, നോൺ കറണ്ട് അസറ്റ് വരും, ലോങ് ടൈം ലോൺസ് അഡ്വാൻസ് വരും. ഷോർട്ട് ടൈം ആണെങ്കിൽ 1 വർഷത്തിൽ താഴെയുള്ള പീരീഡിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ അത് കറണ്ട് അസറ്റിൽ വരും. പിന്നെ അതർ കറണ്ട് അസറ്റ്സ് വേറെ ഒരുപാടുണ്ട്. നമ്മൾ അത് പിന്നീട് അതർ കറണ്ട് അസറ്റ്സ് എന്തൊക്കെയാണെന്ന് പിന്നീട് പഠിക്കും. അപ്പോൾ ഇൻവെൻട്രീസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലുള്ള വിൽക്കാതെ വെച്ചിരിക്കുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്തുള്ള ഇൻവെന്ററീസ്, അതായത് ഇപ്പോൾ റോ മെറ്റീരിയൽസോ അസംസ്കൃത വസ്തുക്കളോ പകുതി ആക്കി വെച്ചിരിക്കുന്ന സെമി ഫിനിഷ്ഡ് ഗുഡ്സോ അതൊക്കെ ഇൻവെന്ററീസ് ആണ്. ട്രേഡ് റിസീവേഴ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ഡെപ്റ്റേഴ്സ് ആണ്. നമ്മളെ നിന്ന് സാധനം കടം വാങ്ങിക്കൊണ്ട് പോയ ആൾക്കാർ. അത് നമ്മൾ ഇനി അവിടെ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഇതൊക്കെയാണ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം കറണ്ട് അസറ്റ്സ് എന്ന് പറയുമ്പോൾ 1 വർഷത്തിനുള്ളിൽ തന്നെ ഇത് പണമായിട്ട് മാറും, അല്ലെങ്കിൽ ഇതിൻ്റെ മൂല്യം മാറി 1 വർഷത്തിനുള്ളിൽ തന്നെ ഇതിനെ നമുക്ക് പണമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ വന്നു പോയിരിക്കുന്ന അസറ്റുകളാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്.